ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ബ്ലാക്ക് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ചെടുത്ത് നമ്മളൊരു സീരീസ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴത്തേക്കും ഇത് എത്രത്തോളം എന്താ പറയട്ടെ, നിങ്ങളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ടോ അത്രയനുസരിച്ച് കണ്ടന്റ് ഒരുപാട് വരും. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കുറേ കണ്ടന്റ് ഇതുപോലെ ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് തുടങ്ങാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രലിനകത്തൊരു ഇന്റഗ്രൽ എടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ അകത്ത് കിടക്കുന്ന ഇന്റഗ്രൽ സോൾവ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 2/x മൈനസ് 1/x² dx ദ ഹോൾ. ഇതിന് ഈ കിട്ടിയ ആൻസറിന് ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ അകത്ത് കിടക്കുന്ന ഈ വാല്യൂന് ഇതിന് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 2/xന് എനിക്ക് 1/x പ്ലസ് 1/x എന്ന് എഴുതാം. 1/x പ്ലസ് 1/x മൈനസ് 1/x² dx. ഈ അകത്ത് കിടക്കുന്ന മാത്രം നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഈ ഒരു ഇന്റഗ്രൽ ആദ്യം അകത്ത് കിടക്കുന്ന ഇന്റഗ്രൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ln x ഇ റൈസ് ടു എക്സ് ലോഗ് എക്സ്. നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ അതാണ് എനിക്കും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള വഴി. അതായത് ഞാൻ ഇതിനെ രണ്ടിനെയും ഗ്രൂപ്പ് ചെയ്യുകയാണ്, ഈ രണ്ട് ടേമിനെയും ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ചെയ്ത് എഴുതുമ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് കിട്ടും ഇ റൈസ് ടു എക്സ് ഇൻറ്റു ln x പ്ലസ് 1/x പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/x മൈനസ് 1/x² dx എന്നും പറഞ്ഞ് കിട്ടും. അപ്പോഴത്തേക്കും ഞാൻ ഇത്ര എഴുതുമ്പോൾ ഇനി ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം നോക്കിക്കേ. ഈ ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് ln x പ്ലസ് 1/xന്റെ വാല്യൂ എന്താ? ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ലോഗ്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്, 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² ആണ്. അപ്പോൾ നമ്മൾ നോർമലി ഇൻസിയാറ്റിൽ ചെയ്യുന്ന കാര്യമാണ്. ഇത് ഇത്രയും കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ഇവിടെ കിട്ടിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞുള്ള ഫോമിലാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് അതുപോലെ ഉണ്ട്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? ലോഗ് എക്സ് പ്ലസ് 1/x ആണ്. അപ്പോൾ നമുക്ക് കിട്ടി ലോഗ് എക്സ് പ്ലസ് 1/x ആണ്. അപ്പോൾ നമ്മൾ ഇതെന്താണ് ഇന്റഗ്രേറ്റ് ചെയ്തു, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. അപ്പോൾ നമ്മൾ എഴുതിയോ, നമ്മൾ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്തോ നമുക്ക് കിട്ടി ഇതെന്താണ് ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇതിന്റെ വാല്യൂ എന്താണ്? ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ലോഗ് എക്സ് പ്ലസ് 1/x. എഫ് ഓഫ് എക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഡയറക്റ്റ് എഴുതി. ഇനി നമ്മൾ ഇത്ര എഴുതിയ സ്ഥിതിക്ക് നമുക്ക് എന്താണ് ഈ കിട്ടിയ ആൻസർ നമ്മൾ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഫൈനൽ ആൻസർ ഏത് ഓപ്ഷനാണെന്ന് നോക്കാം. ഈ കിട്ടിയ വാല്യൂനെ ഞാൻ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ കിട്ടിയ ആൻസറിനെ ഞാൻ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/x പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആദ്യം കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ എന്താണ് C1 എന്ന് വിളിക്കാം. ഇവിടെ ഏത് ഫോമാണ്? ഇ റൈസ് ടു എക്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ ഇ റൈസ് ടു എക്സ് ഉണ്ട്. ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെ ഇ റൈസ് ടു എക്സ് ഇതെന്താണ്? 1/x എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ 1/xന്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇതിനെ ഡയറക്റ്റ് എഴുതാം. ഇത്രയും ടേം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇ റൈസ് ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? ലോഗ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് C1ന്റെ വാല്യൂ എന്താണ്? ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇത് ഇ റൈസ് ടു എക്സ് C1 പ്ലസ് C2 അനദർ കോൺസ്റ്റന്റ് C2. അപ്പോൾ ഇത് ഏത് ഓപ്ഷനാണെന്ന് നമുക്ക് നോക്കാം. ഇ റൈസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് C1x പ്ലസ് C2. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം.